ബുധൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. സൂര്യനും മേടം രാശിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. 12 മാസത്തിന് ശേഷം അതിശക്തമായ ബുധാദിത്യ രാജയോഗം മെയ് 7, അതായത് നാളെ രൂപം കൊള്ളുകയാണ്. ഇതിൻ്റെ ഫലമായി 9 നക്ഷത്രക്കാർക്ക് വളരെ വലിയ മാറ്റം നാളത്തെ ദിവസം മുതൽ ആരംഭമാകാൻ പോവുകയാണ്. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. പ്രതീക്ഷിച്ചതിൽ അപ്പുറം നേട്ടങ്ങൾ, ഭാഗ്യങ്ങൾ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതാണ്. ഗുണാനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ജോലിയുമായി സംബന്ധിച്ച് അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളിൽ തീർപ്പുണ്ടാകുന്നത്, വിദ്യാർത്ഥികൾക്ക് വിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ എന്തെങ്കിലും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ, അതായത് വീട് പണി പോലെയുള്ള അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കണമെന്ന ആഗ്രഹം ഒരുപാട് നാളായി മനസ്സിലുണ്ട്, പക്ഷേ നടത്തി എടുക്കാൻ സാധ്യമാകുന്നില്ല. അങ്ങനെ മുടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു മാറ്റം ഉണ്ടാകാൻ തുടങ്ങുകയാണ് 9 നക്ഷത്രക്കാർക്ക് നാളെ മുതൽ, അതായത് മെയ് 7 ബുധനാഴ്ച മുതൽ. അപ്പോൾ ആ ഭാഗ്യം വരുന്ന ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയാണ്, ഏതൊക്കെ വിധത്തിലുള്ള ഗുണാനുഭവങ്ങളിലൂടെയാണ് അവർക്ക് കടന്നു പോകേണ്ടതായി വരുന്നത് എന്നതിലേക്ക് കടക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. നാളെ മെയ് 7 ബുധനാഴ്ച ദിവസം. ബുധാദിത്യ രാജയോഗം രൂപം കൊള്ളുന്നതിൻ്റെ ഫലമായി ഭാഗ്യം തെളിയുന്ന 9 നക്ഷത്രക്കാരിൽ ആദ്യത്തെ 3 നക്ഷത്രങ്ങൾ ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രങ്ങളാണ്. ഗുണകരമായി പല കാര്യങ്ങളും നാളത്തെ ദിവസം മുതൽ ഈ നക്ഷത്രക്കാർക്ക് ആരംഭം കുറിക്കാൻ പോവുകയാണ്. ഇവരുടെ 4ാം ഭാവത്തിലാണ് ബുധാദിത്യ രാജയോഗം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നാളായി മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന അല്ലെങ്കിൽ നടത്തണം എന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോകുന്ന പല കാര്യങ്ങൾക്കും വീണ്ടും ഒരു ആരംഭം തുടങ്ങാൻ പോവുകയാണ്. വാഹനം വാങ്ങിക്കണമെന്ന ആഗ്രഹം, അതേപോലെ ചില അല്പം ഭൂമിയെങ്കിലും കരസ്ഥമാക്കണമെന്ന നിങ്ങളുടെ ആഗ്രഹം, ഇതൊക്കെ നടക്കാനുള്ള വഴികൾ തുറന്നു കിട്ടുന്നതാണ്. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ തടസ്സങ്ങൾ മാറുകയും, വിലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകളാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി വരികയും, അതേപോലെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നാളായി വാഹനം വാങ്ങണമെന്ന ആ സ്വപ്നം പൂവണിയുകയും ഒക്കെ ചെയ്യുന്ന ഗുണാനുഭവമാണ് ബുധാദിത്യ രാജയോഗം നിമിത്തം നാളെ മുതൽ നിങ്ങൾക്ക് വന്നു ഭവിക്കാൻ പോകുന്നത്. കൂടാതെ കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നതാണ്. ദമ്പതികൾക്കിടയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ മാറി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. കൂടാതെ വിദ്യാർത്ഥികളുടെ കാര്യം പറയുമ്പോൾ മത്സര പരീക്ഷകളിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിജയം കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ തന്നെ മറിയുന്ന സമയമാണ് നാളെ മെയ് 7 മുതൽ ബുധാദിത്യ രാജയോഗത്തിൻ്റെ ഫലമായി വന്നു ചേരുന്നത്. അതുപോലെ തന്നെ പിതാവുമായോ പിതൃബന്ധുക്കളുമായോ അല്ലെങ്കിൽ പിതൃതുല്യരായ ആളുകളുമായി എന്തെങ്കിലും തരത്തിലുള്ള വാഗ്വാദങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ, ചിലപ്പോൾ സ്വത്തുവകകളുമായിട്ടാകാം, അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളാകും. അങ്ങനെ എന്തെങ്കിലും വിധേനയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം സ്വയമേവ ഉണ്ടാകുന്നതാണ്. എന്ന് വെച്ചാൽ പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ്. കാരണം നമ്മൾക്ക് മുതിർന്ന ആളുകളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കാൻ, ദൈവാധീനം വേണം, എല്ലാം വേണം. അതോടൊപ്പം വേണ്ടതാണ് മുതിർന്ന ആളുകളുടെ അനുഗ്രഹം. അപ്പോൾ അവരിൽ നിന്ന് ഒരു ദ്വേഷിക്കുന്ന രീതികളോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ നമ്മളിലേക്ക് ഉണ്ടായാൽ അത് നമ്മളുടെ മേന്മയ്ക്ക് മങ്ങലുണ്ടാക്കും. അതുകൊണ്ട് തന്നെ മുതിർന്ന ആളുകളിൽ നിന്ന് ശാപവർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണമെന്ന് ആണ് അതിൻ്റെ ഒരു വിധിമതം. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവുമായി ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ പിതൃതുല്യരായ ആളുകളുമായിട്ടോ നിലനിൽക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് സ്വയമേവ പരിഹാരം കാണാൻ സാധിക്കും. കാരണം ഗ്രഹങ്ങൾ അനുകൂലമായതിനാൽ അവരുടെ അനുഗ്രഹം ഇനി നിങ്ങളിലേക്ക് എത്തേണ്ട സമയമാണ്. കൂടാതെ ഈ കച്ചവടം നടത്തുന്ന ആളുകൾക്ക്, അതുപോലെ റിയൽ എസ്റ്റേറ്റ് അങ്ങനെയുള്ള വസ്തു കച്ചവടമൊക്കെ നടത്തുന്ന ആളുകൾക്കൊക്കെ നല്ല സമയമാണ്. മികച്ചൊരു മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയം നാളെ മുതൽ തുടങ്ങുകയാണ്. കുടുംബത്തോടൊപ്പം സന്തോഷത്തോടും സമാധാനത്തോടു കൂടി കഴിയുവാനുള്ള ഭാഗ്യം കൂടി നാളെ മെയ് 7 മുതൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ബുധാദിത്യ രാജയോഗത്തിൻ്റെ ഫലമായി മെയ് 7 അതായത് നാളെ മുതൽ ഭാഗ്യം തെളിയുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രങ്ങൾ ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്രങ്ങളാണ്.
തുലാം രാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാരുടെ 7ാം ഭാവത്തിലാണ് ബുധാദിത്യ രാജയോഗം നാളെ രൂപം കൊള്ളാൻ പോകുന്നത്. അനുകൂലമായ പലവിധേനയുള്ള മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നതിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. ദാമ്പത്യ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകും. അപ്പോൾ വിവാഹിതരായ ആളുകൾക്ക് അനുകൂല സമയമാണ്. ഇനി വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമരായ ഇണകളെ ലഭിക്കാനുള്ള ഭാഗ്യവും ഉണ്ടാകുന്നതാണ്. കുടുംബത്തോടൊപ്പം സമാധാനമായ സമയം ചിലവഴിക്കാൻ, ഇപ്പോൾ വെക്കേഷൻ സമയമൊക്കെയാണ്, അപ്പോൾ ഒരു ദൂരയാത്രയ്ക്ക് അല്ലെങ്കിൽ ഒരു വിനോദയാത്രയ്ക്കൊക്കെ പോകാനുള്ള അവസരങ്ങൾ ധാരാളമായി വന്നു ചേരുന്നതാണ്. അങ്ങനെ കൂടുതൽ സമയം നിങ്ങൾ ചിലവഴിക്കുന്നതിനാൽ കുടുംബത്തോട് കൂടുതൽ ഇഴുകിച്ചേരാനും വീണ്ടും ആ നഷ്ടപ്പെട്ടു പോയ ആ ഭാഗ്യം അല്ലെങ്കിൽ സ്നേഹമൊക്കെ തിരിച്ച് ലഭിക്കാനുള്ള ഭാഗ്യം കൂടി ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് മാറ്റത്തിൻ്റെ ഒരു മികച്ച മാറ്റം എന്ന് തന്നെ പറയാം. കഴിഞ്ഞ കുറേ നാളുകളെ അപേക്ഷിച്ച് നോക്കിയാൽ ഒരു മികച്ച മാറ്റത്തിൻ്റെ, ഒരു തിരിച്ചു വരവിൻ്റെ സമയമാണ്. ഒരു അസ്തിത്വം നിലനിർത്തിയെടുക്കാൻ നിങ്ങൾക്ക് ഇനി മുതൽ സാധിക്കുന്നതാണ്. പലവിധേനയുള്ള സന്തോഷകരമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ആരോഗ്യപരമായി നിലനിന്നിരുന്ന പല ആശങ്കകളും ഒഴിയുന്ന സമയമാണ്. ധനനേട്ടത്തിൻ്റെ സമയമാണ്. ദാമ്പത്യ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന വളരെ നല്ല സമയം മെയ് 7 നാളെ മുതൽ തുടങ്ങുകയാണ്. വളരെയധികം മെച്ചപ്പെട്ട ആരോഗ്യത്തെ കുറിച്ചുള്ള നിങ്ങളുടെ വേവലാതികൾ ഇല്ലാതാകുകയാണ് നാളെ മുതൽ. എല്ലാം കൊണ്ടും സമാധാനത്തോടെ മുന്നോട്ട് പോകുവാനുള്ള സമയം ഒരുപാട് നാളുകൾക്ക് ശേഷം ആരംഭമാകാൻ പോവുകയാണ് മെയ് 7, അതായത് നാളെ മുതൽ. ബുധാദിത്യ രാജയോഗത്തിൻ്റെ ഫലമായി മെയ് 7 ബുധനാഴ്ച മുതൽ ഭാഗ്യം തെളിയുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രങ്ങൾ അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രക്കാരാണ്. ബുധാദിത്യ രാജയോഗം ഗുണപരമായ പല മാറ്റങ്ങൾ നിങ്ങളുടെയും ജീവിതത്തിൽ എത്തിക്കുകയാണ്. ഈ രാശിക്കാർ അല്ലെങ്കിൽ കുംഭൻ രാശിക്കാരുടെ 3ാം ഭാവത്തിലാണ് ബുധാദിത്യ രാജയോഗം രൂപം കൊള്ളുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായി മികച്ച സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ അനുകൂലമായ സാമ്പത്തിക അന്തരീക്ഷം സംജാതമാകേണ്ടതാണ്. തൊഴിൽ സംബന്ധമായി നിലനിൽക്കുന്ന ആശങ്കകൾ ഒഴിയുന്നതാണ്. അപ്പോൾ ചില കാര്യങ്ങൾ, തൊഴിൽ അത് സ്ഥിരമാകുമോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നൊക്കെ വേവലാതിപ്പെടുന്നവരുണ്ടാകും. ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന പ്രൊമോഷൻ ലഭിക്കാതെ പോകുമോ എന്നൊക്കെയുള്ള പല വിധേനയുള്ള കർമ്മമേഖലാ ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ. അപ്പോൾ അതിനൊക്കെ ശാശ്വതമായ പരിഹാരം നാളെ മുതൽ ആരംഭമാകാൻ പോവുകയാണ്. അനുകൂലമായ പല കാര്യങ്ങൾ നടക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളാണോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങളുടെ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ നടക്കും. കാരണം ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിലാണ്. ജോലിക്ക് പ്രൊമോഷൻ സാധ്യതയുണ്ട്. അതേപോലെ ജോലിക്ക് അപേക്ഷിച്ചിട്ട് നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു ജോലിക്കായി, ഉത്തമമായ ജോലിക്ക് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് ഇനി അതിനുള്ള സമയം തുടങ്ങുകയാണ്. നല്ല സമയം തുടങ്ങിയതിനാൽ തന്നെ ആത്മീയപരമായ പല കാര്യങ്ങൾക്കും താല്പര്യം ജനിക്കുന്നതാണ്. കുടുംബത്തിനോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ ലഭിക്കുന്നതാണ്. അപ്പോൾ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ ലഭിക്കുന്നില്ല എന്ന നിങ്ങളുടെ പരാതിയും അവരുടെ പരാതി ഇവിടെ മാറുന്നത് മാത്രമല്ല, വീണ്ടും ഒരു സമാധാന അന്തരീക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നണയാൻ തുടങ്ങുകയാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ നിലനിൽക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ തടസ്സങ്ങളും നാളെ മുതൽ മാറാൻ പോവുകയാണ്. എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം കൂടി എത്തപ്പെടാൻ പോകുന്നു. ഒരു തീരുമാനവും എത്താതെ എന്താകണം ഏതാകണം എന്ന് അറിയാതെ നടുക്കടലിൽ നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു നിങ്ങളുടെ ജീവിതം. ആ ജീവിതത്തിൽ നാളെ മുതൽ ഒരു മാറ്റമുണ്ടാകാൻ പോവുകയാണ്. എല്ലാ കാര്യങ്ങളും യഥാക്രമം ചെയ്ത് പൂർത്തീകരിക്കാനുള്ള ഭാഗ്യം, ഗ്രഹങ്ങളുടെ അനുഗ്രഹം അല്ലെങ്കിൽ അവരുടെ ആ ഉച്ചസ്ഥായിലുള്ള നിലനിൽപ്പ് അല്ലെങ്കിൽ ആ മാറ്റം മുതൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ മാറ്റം നിമിത്തം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നേട്ടത്തിൻ്റെ സമയം നാളെ മെയ് 7 ബുധനാഴ്ച മുതൽ ആരംഭമാകാൻ പോവുകയാണ്. നന്ദി.